ഹായ്, വെൽക്കം ടു മാജിക് ടച്ച് ഇൻറ്റീരിയേഴ്സ്. എറണാകുളത്ത് ഇൻഫോ പാർക്കിനടുത്ത് പുതുതായി ഞങ്ങൾ ഇൻറ്റീരിയർ ചെയ്ത അപ്പാർട്ട്മെൻറ്റിൻ്റെ വിശേഷങ്ങളിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഞാൻ സോണി, ഇൻറ്റീരിയർ ഡിസൈനർ ആൻഡ് കൺസൾട്ടൻറ്റ്. ഒരു 3 BHK അപ്പാർട്ട്മെൻറ്റ് ഉള്ളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. മെയിൻ ഡോർ കയറി വന്നു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് എൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ലുവേഴ്സ് പാനൽ, അതായത് നമുക്ക് നോക്കിയാൽ മനസ്സിലാകാം ചെറിയൊരു ഗോൾഡൻ തീമിലാണ് ഇത് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ മേളിലൊരു ലെഡ്ജ് കൊടുത്തിട്ടുണ്ട്, അവിടെയും നമ്മൾ ലൈറ്റിങ് കൊടുത്തിട്ടുണ്ട്. TV, അതുപോലെ സ്റ്റോറേജ് യൂണിറ്റ്, ഇതെല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഈ വോളാണ് ഈ റൂമിൻ്റെ, അതായത് ഈ ലിവിങ് റൂമിൻ്റെ ഹൈലൈറ്റ് വാൾ. അതിൻ്റെ വിശേഷമാണ് ഞാൻ പറയുന്നത്. ശരിക്കും ഈ ലിവിങ് റൂമിൻ്റെ കളർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ലൈറ്റ് ബേജ് കളർ കോമ്പിനേഷനാണ്. അതിനോട് വുഡനാണ് മെർജ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു ചെറിയ പീച്ച് കളറും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ ഒരു പീച്ച് കളർ വെച്ചാണ് ഈ വോള് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനെ പല പോർഷനായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു പോർഷനിൽ നമ്മൾ ആ കളറാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ മിഡിൽ ഭാഗത്തായിട്ട് ഒരു വാൾപേപ്പർ കൊടുത്തിട്ടുണ്ട്. അത് വാൾപേപ്പർ നമുക്ക് വീണ്ടും കാണാൻ പറ്റും. നമ്മുടെ പ്രെയർ യൂണിറ്റിൻ്റെ അടുത്തും ആ വാൾപേപ്പർ തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ വോളിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയാം. പിന്നെ ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ലുവേഴ്സായിട്ട്, അതായത് മൾട്ടിവുഡിൽ നമ്മൾ ലൂവർ കൊടുത്തിട്ടുണ്ട്. അതിനിടയ്ക്ക് പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ റൂമിൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ സോഫ. ഇവിടെ ഒരു കർവ് പാറ്റേൺ ആയിട്ടുള്ള സോഫയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. 3 സീറ്റർ പ്ലസ് 2 സീറ്റർ, ആ ഒരു രീതിയിലാണ് നമ്മളിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കളറും ഈ റൂമിലേക്ക് മെർജ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഗോൾഡൻ ആൻഡ് ഒരു പീച്ച് കളർ അങ്ങനെയുള്ള കുഷ്യൻസാണ് കൊടുത്തിരിക്കുന്നത്. ഇനി എൻ്റെ ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെയും ഈ ഒരു ടീപ്പോയ്ക്കിലും നമുക്ക് കാണാൻ പറ്റും. ഇതിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ കസ്റ്റമൈസ് ആയിട്ടുണ്ടാക്കിയിരിക്കുന്നതാണ്. ഒരു ഗോൾഡൻ ഒരു ക്യൂരിയോസ് ആയിട്ടും പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ കോർണറും, അതായത് ഈ 2 സോഫയുടെ ഇടയ്ക്കുള്ള ഈ കോർണറും നമ്മൾ സ്പേസ് വെറുതെ വിട്ടിട്ടില്ല. അവിടെയും ഒരു ടോൾ ലൈറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലായിട്ട് ചെറിയൊരു ലെഡ്ജ് കൊടുത്തിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് മൊബൈലൊക്കെ ചാർജ് ചെയ്യണമെങ്കിൽ അതിന് വേണ്ടിയുള്ള ഒരു ലെഡ്ജും സോക്കറ്റും ഈ കോർണറിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി കർട്ടൻ്റെ വിശേഷം പറയാം. ഇവിടെയും നമ്മൾ ക്രീം കളർ കേർട്ടൺ, അതിലേക്ക് ഒരു ചെറിയ ലീഫ് ഡിസൈൻ, ആ ഒരു രീതിയിലുള്ള റോമൻ കേർട്ടനാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ മെയിൻ ഡോർ കയറുമ്പോൾ തന്നെ എല്ലാവരുടെയും കണ്ണു പോകുന്ന ഒരു ഏരിയയാണിത്, പ്രെയർ ഏരിയ. ഈ ലിവിങ് റൂമിൽ തന്നെയാണ് നമ്മൾ പ്രെയർ ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ജീസസിൻ്റെ ഒരു വലിയ പിക്ചറാണ് വെച്ചിരിക്കുന്നത്. അത് കാരണം നമ്മളിവിടെ ചെറിയൊരു ലെഡ്ജ് കൊടുത്തിട്ടുള്ളൂ. അവിടെയാണ് ബാക്കി സ്റ്റാച്യൂസ് ഒക്കെ വെച്ചിരിക്കുന്നത്. ഇനി ഈ പിക്ചറിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് നമ്മൾ അല്പം പ്രൊജക്റ്റ് ചെയ്ത് അവിടെ പ്രൊഫൈലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വോള് നമ്മൾ നേരത്തെ കണ്ട ഹൈലൈറ്റ് വോളിൽ ഉപയോഗിച്ച ആ ഒരു വാൾപേപ്പർ ഉപയോഗിച്ച് ഇത് മനോഹരമാക്കിയിട്ടുണ്ട്. ഇനി ഈ പ്രെയർ യൂണിറ്റിന് 2 സൈഡിലും പാനലിംഗ് ചെയ്തിട്ടുണ്ട്. അവിടെയും നമ്മൾ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഏതൊരു ഇൻറ്റീരിയറും ഏറ്റവും മനോഹരമാക്കാനുള്ള 2 കാര്യങ്ങളാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഒന്ന് പെയിൻറ്റിങ്, ലൈറ്റിങ്. അതിവിടെ നന്നായി ഈ റൂമിന് ഇണങ്ങുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇനി മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് സീലിങ്ങിൽ കാണാൻ പറ്റും സ്പോട്ട് ലൈറ്റ്, പ്രൊഫൈൽ ലൈറ്റ്, അതുപോലെ ഒരു പാനലിംഗ്. ഇത്രയും കൊടുത്താണ് ഇവിടെ മനോഹരമാക്കിയിരിക്കുന്നത്. ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഡൈനിങ് റൂമിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഡൈനിങ് ടേബിൾ പ്ലസ് 6 സീറ്റർ ചെയർ, ഈ ഒരു രീതിയിലാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിനെ ഒന്ന് മനോഹരമാക്കാനായി ഒരു ഗോൾഡൻ ബേജ് കളറിലുള്ള ഒരു റണ്ണറും ക്യാൻഡിൽ സ്റ്റാൻഡും കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ചെയറിലേക്ക് തന്നെ നോക്കിയാൽ നമ്മൾ സോഫയിൽ കണ്ട ആ ഒരു കളർ കോമ്പിനേഷനുള്ള കുഷ്യൻസാണ് കൊടുത്തിരിക്കുന്നത്. ഈ റൂമിലെ എൻ്റെ ബാക്ക് സൈഡിൽ കാണുന്നത്, നമ്മൾ ഈ റൂമിലേക്ക് കയറുമ്പോൾ എല്ലാവരുടെയും കണ്ണ് ആദ്യം വരുന്നത് ഈ ഒരു പിക്ചറിലേക്കാണ്. അക്രിലിക് ചെയ്ത പിക്ചറാണ്. ഇതിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഒരു ബോർഡർ കൊടുത്ത് അവിടെ പ്രൊഫൈൽ ലൈറ്റ് 4 സൈഡിലും കൊടുത്തിട്ടുണ്ട്. ഇതല്ലാതെ വേറൊരു സ്പോട്ട് ലൈറ്റും നമ്മൾ ഈ പിക്ചറിലേക്ക് കൊടുത്തിട്ടില്ല.
ഈ വോള് നമ്മൾ വാൾപേപ്പർ കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഈ ഒരു ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ കൊടുത്തിരിക്കുന്ന ലൈറ്റാണ്, അതായത് ആ ഒരു ഹാങ്ങിങ് ലൈറ്റാണ് ഈ റൂമിൻ്റെ വേറൊരു പ്രത്യേകത. നമ്മൾ ലിവിങ് റൂമിൽ കണ്ട ആ ഒരു വുഡൻ പാനലിങ്ങിന് ചേരുന്ന രീതിയിൽ തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. അതിൽ നമ്മൾ പ്രൊഫൈൽ ലൈറ്റ്, സ്പോട്ട് ലൈറ്റ് ഇതെല്ലാം കൊടുത്ത് 2 ഫാനിൻ്റെ മിഡിലായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. അതും ഈ റൂമിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ റൂം ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു സ്പേസിൽ ഇങ്ങനെ കാറുകളൊക്കെ വെക്കാനുള്ള ചെറിയൊരു ഏരിയ വേണമെന്ന് പറഞ്ഞു. അതിനായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു വാൾ യൂണിറ്റാണിത്. ഈ ഡൈനിങ് റൂമിൻ്റെ ഈ ഒരു സ്പേസിലായിട്ടാണ് നമ്മൾ വാഷ് യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സ്റ്റോറേജിന് പ്രാധാന്യം കൊടുത്തു തന്നെയാണ് ഈ വാഷ് യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അതായത് കൗണ്ടർ ടോപ്പിന് അടിയിലായിട്ടും അതുപോലെ സൈഡിലും നമ്മൾ സ്റ്റോറേജ് യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. മിറർ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാം, ഒരു ഓവൽ ഷേപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ പ്രൊഫൈലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വാഷ് ബേസിനിലേക്ക് നോക്കിയാലും നമുക്ക് മനസ്സിലാകും ഇതൊരു റൗണ്ട് ഷേപ്പിൽ കൊടുത്തിരിക്കുകയെന്നാണ്. അതിന് ചേരുന്ന രീതിയിൽ തന്നെയാണ് ടാപ്പ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇതിനടിയിലും ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് റൂമിൽ തന്നെയുള്ള ഒരു ഏരിയയാണിത്. സ്വിച്ചസ് കൊടുത്തിരിക്കുന്നു. അതിൻ്റെ മുകളിൽ നമ്മൾ പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ ഒരു വാളാട്ട് സെറ്റ് ചെയ്തതായിരിക്കും നമുക്ക് തോന്നുന്നത്. എന്നാൽ ഇതാണ് DB ബോക്സ്. ഇത് ഹൈഡ് ചെയ്യാൻ വേണ്ടി ഒരു ഡോറ് കൊടുത്ത് നമ്മളിത് ഹൈഡ് ചെയ്തിരിക്കുകയാണ്. അതുകൂടാതെ കീ ഹാങ് ചെയ്യാനായിട്ട്, അതായത് കീ എവിടെയെങ്കിലും വെച്ച് മറന്നു പോകാതെ ഹാങ് ചെയ്യാനായിട്ട് ഒരു ഹാങ്ങിങ് ഹോൾഡറും കൊടുത്തിട്ടുണ്ട്. ഇതിന് തൊട്ടടുത്ത് തന്നെയായിട്ടാണ് കിച്ചൺ. ഇത് ഒരു ഓപ്പൺ തീം കൺസെപ്റ്റിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിള്, പക്ഷേ ഇത് മെയിൻലി ഒരു ബാർ യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ബാർ സ്പേസ് ആയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മുടെ ഡൈനിങ് കിച്ചൺ സെപ്പറേഷനെ നമ്മൾ ഈ ഒരു രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. 2 ഹൈ ചെയർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ബോട്ടിൽസൊക്കെ വെക്കുവാനായിട്ട് ഒരു റാക്ക് കൊടുത്തിട്ടുണ്ട്. അവിടെയും നമ്മൾ പ്രൊഫൈൽ ലൈറ്റ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വൈൻ ഗ്ലാസ് ഒക്കെ ഹാങ് ചെയ്യാനായിട്ടുള്ള സ്പേസാണിത്. ഇനി ഇവിടെയും നമ്മൾക്ക് ബോട്ടിൽസൊക്കെ സെറ്റ് ചെയ്യാം. അപ്പം ഇത് നമുക്ക് നല്ലൊരു സ്പേസായിട്ട് യൂസ് ചെയ്യാം. ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ ബോട്ടിൽസൊക്കെ വെക്കുന്ന ഒരു സ്പേസാണെന്ന്. അവിടെയും നമ്മൾ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഓരോ ബോട്ടിലിലേക്കും ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഈ ലൈറ്റ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ ഒരു സൈഡിലായിട്ട് 2 ലെഡ്ജസും കൊടുത്തിട്ടുണ്ട് സൈഡിൽ തന്നെ. അവിടെയും നമുക്ക് ബോട്ടിൽസ് വെക്കുവാനുള്ള സ്പേസാണ്, ഇല്ലെങ്കിൽ ഗ്ലാസ്, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് അവിടെ കീപ്പ് ചെയ്യാം. അതിനുള്ളൊരു സ്പേസാണ് ഈ 2 ലെഡ്ജസ് സൈഡിലിരിക്കുന്നത്. ഇനി നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ പറഞ്ഞു, അതിന് ബാക്കിൽ വരുന്ന സ്പേസും നമ്മൾ കളഞ്ഞിട്ടില്ല. അതും നമ്മൾ യൂസ് ചെയ്തിരിക്കുകയാണ്. അവിടെ കിച്ചണിൻ്റെ സ്റ്റോറേജ് യൂണിറ്റ്, അതുപോലെ വിക്കർ ബാസ്ക്കറ്റ് ഇതെല്ലാം വെച്ചിരിക്കുന്നത് ഈ ഒരു സ്പേസിലാണ്. ഇനി ഈ ഒരു സ്പേസിൽ ഡബിൾ ഡോർ ഫ്രിഡ്ജാണ്. അതിന് തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ മൈക്രോവേവിനുള്ള സ്പേസ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ പിന്നീട് വലിയ, അതായത് ഇൻബിൽറ്റ് മൈക്രോവേവിനാണ് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ഡോറ്, അതുപോലെ തന്നെ ഈ ഒരു തട്ട്, ഇത് നമുക്ക് മാറ്റിയാൽ നമ്മുടെ ആ സ്പേസ് നമുക്ക് ഇൻബിൽറ്റ് മൈക്രോവേവിനായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം നമ്മൾ സ്റ്റോറേജ് ആയിട്ട് യൂസ് ചെയ്യുന്നു. നമ്മുടെ ഹുഡ് ആൻഡ് ഹോബ് ഈ ഒരു സ്പേസിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതിന് തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ പുൾ ഔട്ട് യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ 2 ടൈപ്പ് ഓഫ് പുൾ ഔട്ട് യൂണിറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇത്, സെക്കൻഡ് വൺ ഈ ഒരു സൈസിൽ, അതായത് ഡോറിലും അതുപോലെ ഇൻസൈഡിലും നമുക്ക് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇത് ഡോറിൽ പുൾ ഔട്ട് ചെയ്യുന്ന രീതിയിലുള്ള സ്പേസാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ചെറിയ സ്പേസിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇതുപോലുള്ള പുൾ ഔട്ട് യൂണിറ്റ് കുറേ സാധനങ്ങൾ നമുക്കിവിടെ കീപ്പ് ചെയ്യാൻ പറ്റും. ഇതിന് തൊട്ടടുത്തുള്ളതാണ് നമ്മൾ റോളിംഗ് ഷട്ടർ. ഇവിടെ നമ്മൾ ഇതിനുള്ളിൽ തന്നെയായിട്ട് പ്ലഗ് പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇപ്പം നമുക്ക് മിക്സി കാര്യങ്ങളൊക്കെ
നമുക്ക് പുള്ളി ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് ഒരു ട്രേയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് മേളിലുള്ള സ്പേസിലും നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇലക്ട്രിക് സാധനങ്ങൾ കീപ്പ് ചെയ്യാം. ഇനി ഈ ഒരു സൈഡ് നമ്മൾ ജസ്റ്റ് ഈ കിച്ചൺ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാനുള്ള ക്യൂരിയോസ് ഐറ്റംസ് വെക്കാനായിട്ട് ജസ്റ്റ് വെച്ചിരിക്കുന്നു. ഇവിടെ 2 ലെഡ്ജ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് എടുക്കേണ്ട കാര്യങ്ങൾ, കോഫി, ഷുഗർ, അതുപോലെ തന്നെ ടീ, ഇതെല്ലാം വയ്ക്കുവാനായിട്ടുള്ള ഒരു സ്പേസാണ്. ഇനി ഇതിന് താഴെ തന്നെയായിട്ടാണ് നമ്മൾ ടാൻഡം ബോക്സ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സ്പേസിലാണ് നമ്മൾ കട്ട്ലറി യൂണിറ്റ് കീപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഈ കോർണർ യൂണിറ്റും നമ്മൾ ഫ്രീ ആയിട്ട് വിട്ടിട്ടില്ല. ഇവിടെയും ഒരു മാജിക് കോർണർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ നാനോ വൈറ്റാണ് യൂസ് ചെയ്തിരിക്കുന്ന കൗണ്ടർ ടോപ്പായിട്ട്. ഇവിടെ അതിന് ചേരുന്ന വൈറ്റ് ടൈല് തന്നെയാണ്, ഫുൾ ബോഡി വിട്രിഫൈഡ് ടൈല് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഗോൾഡൻ, അതായത് ഒരു റോസ് ഗോൾഡ് ടൈപ്പുള്ള സ്ട്രിപ്പ്, ടീ സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഒരു ചെറിയ പുൾ ഔട്ട് യൂണിറ്റാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ പാനൊക്കെ, അതായത് ഹാങ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു പാൻ ഹാങ്ങിങ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഓരോന്ന് ഹോൾഡ് ചെയ്തിടാം. അതുപോലെ അതിന് താഴെ വേണമെങ്കിൽ നമുക്ക് ചെറിയ സാധനങ്ങളൊക്കെ കീപ്പ് ചെയ്യുകയും ചെയ്യാം. അത് കാരണമാണ് ഇവിടെ നമ്മൾ പാർട്ടീഷനൊന്നും കൊടുക്കാതിരുന്നത്. ഇതൊക്കെ ജസ്റ്റ് ടാൻഡം ബോക്സ് തന്നെയാണ്, നമുക്ക് ഒത്തിരി സാധനങ്ങളൊക്കെ കീപ്പ് ചെയ്യാൻ പറ്റും, അങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സ്പേസാണ് നമ്മൾ സിങ്കിനായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു സിംഗിൾ ബൗൾ സിങ്കാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ സൈസ് നല്ല വലിയ ഒരു സൈസിലുള്ള സിംഗിൾ ബൗൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ടാപ്പും നമ്മൾ അതുപോലെ തന്നെ ഒരു പുൾ ഔട്ട് ടാപ്പ്, അതാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിന് താഴെയായിട്ടാണ് നമ്മൾ അക്വാഗാർഡ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് അണ്ടർ ക്യാബിനറ്റ് അക്വാഗാർഡാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ടാപ്പ് ഈ ഒരു സ്പേസിൽ തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലാണ് നമ്മൾ GTPT, അതായത് പ്ലേറ്റ് ട്രേ, കപ്പ്, ഇതെല്ലാം ഹോൾഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഇത് കൊടുത്തിരിക്കുന്നത്. ഇത് ബൈഫോൾഡിംഗ് സിസ്റ്റമാണ് ഇതിൻ്റെ ഡോറ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇതിന് അടിയിലൊരു ഡിപ്പ് ട്രേയും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ പാത്രമൊക്കെ വെച്ച് വെള്ളമൊക്കെ വീണ് കഴിഞ്ഞാൽ അതെടുത്ത് കളയുന്നതിന് ആ ഒരു സൗകര്യമുണ്ട്. ഈ ഒരു സൈഡിൽ ചെറിയൊരു ടേബിൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ വേണമെങ്കിൽ ഇവിടെ കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ വെച്ച് കട്ട് ചെയ്യാം. അതുപോലെ തന്നെ എന്തെങ്കിലും ചെറുതായിട്ട് കഴിക്കാനായിട്ട് വെക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. അതുകൂടാതെ വേറൊരു യൂസും കൂടി ഉണ്ട്. നമുക്ക് അയൺ ചെയ്യേണ്ട ക്ലോത്ത് ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ കുക്കിംഗ് ചെയ്യുന്ന കൂടെ തന്നെ നമുക്ക് അയൺ ചെയ്യുകയും കൂടെ ചെയ്യണമെങ്കിൽ ഇവിടെ അയൺ ചെയ്യുകയും ചെയ്യാം. അതിനൊരു പ്ലഗ് പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അയണിങ് ക്ലോത്ത് നമ്മൾ ഉള്ളിലേക്ക് പോകുന്നതിനായിട്ട്, ഇപ്പോൾ സാരിയൊക്കെ നമ്മൾ അയൺ ചെയ്യുകയാണെങ്കിൽ അതിങ്ങനെ ഉള്ളിലേക്ക് പോകുന്നതിനായിട്ട് ഇവിടെ ഒരു കട്ടിങ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത് ആവശ്യമില്ലാത്തപ്പോൾ നമുക്ക് ക്ലോസ് ചെയ്തിടുകയും ചെയ്യാം. ഇനി ഈ ഒരു സൈഡിൽ നമ്മൾ കൊടുത്തിരിക്കുന്നതാണ്, ഇത് ഒരു ടോൾ യൂണിറ്റായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് നമ്മുടെ ബ്രൂം, അതുപോലെ തന്നെ ഡിറ്റർജൻറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇവിടെ ഡിഷ് വാഷ്, അതുപോലെ വാഷിംഗ് മെഷീൻ, ഇതെല്ലാം ഈ ഒരു സ്ലാബിനടിയിലായിട്ട് നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഫ്ലാറ്റിൽ 3 ബെഡ്റൂമാണുള്ളത്. അതിൽ 2 കുട്ടികൾ യൂസ് ചെയ്യുന്നതാണ്, 1 മാസ്റ്റർ ബെഡ്റൂമാണ്. അപ്പം 3നും നമുക്ക് ഡൈനിങ് റൂമിൽ നിന്ന് തന്നെ കയറാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഫ്ലോർ പ്ലാൻ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കിഡ്സിൻ്റെ റൂമിലേക്ക് പോകാം. അവിടെ 2 കുട്ടികൾക്ക് ഒരേ സമയം യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു റൂം നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ റൂം നമ്മൾ ഒരു വൈറ്റ് ആൻഡ് ഗ്രേ ആ ഒരു തീമിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കുട്ടികളുടെ റൂം എന്ന് പറയുമ്പോൾ 2 പേർക്ക് യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. കോട്ടും അതുപോലെ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. 2 കുട്ടികൾക്ക് ഉള്ള റൂമാണിത്. അപ്പം സിംഗിളായിട്ട് 2 കോട്ടുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിന് ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ നമ്മൾ സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ബെഡ് ലാമ്പും കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു കുട്ടി ഉറങ്ങുകയാണ്, അങ്ങനെയാണെങ്കിൽ ഈ ഒരാൾക്ക് നമുക്ക് റീഡ് ചെയ്യോ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതിനു വേണ്ടി മാത്രം സെപ്പറേറ്റ് ഓരോ സൈഡിലും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കോട്ട് നമ്മൾ സ്റ്റോറേജ് യൂണിറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഇത് നമ്മൾ പൊക്കിക്കഴിഞ്ഞാൽ 2 നമുക്ക് സ്റ്റോറേജിന്, അതായത് ഈ റൂമിൽ തന്നെ നമുക്ക് മാക്സിമം സാധനങ്ങൾ കീപ്പ് ചെയ്യാനുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്.
ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ശരിക്കും ഇവിടെ ഒരു മിറർ യൂണിറ്റ് എന്ന രീതിയിൽ നമ്മൾ കൊടുത്തിട്ടില്ല. കാരണം സാധാരണ നമ്മൾ ഡോറിലൊക്കെ മിറർ കൊടുക്കും, അങ്ങനെയൊന്നുമല്ല കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സ്പേസിൽ ഒരു മിറർ കൊടുത്ത് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഇതിനുള്ളിൽ തന്നെ കൊടുത്തിരിക്കുകയാണ്. ജസ്റ്റ് പെർഫ്യൂം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യാനായിട്ട്. ഇവിടെ നമുക്ക് പഠിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. 2 ഡ്രോയർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെയും സ്റ്റോറേജ് യൂണിറ്റാണ്. ഇവിടെയാണ് നമ്മുടെ വാർഡ്രോബ്. ഇവിടെ ലോങ് ഹാൻഡിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സ്പേസ് നമ്മൾ കൊടുത്തിരിക്കുന്നത്, അതായത് മുഷിഞ്ഞ ഡ്രസ്സൊക്കെ ഇടാനുള്ള ഒരു ഹാങ്ങിങ് സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ അതുപോലെ അങ്ങനെ നമ്മൾ മുഷിഞ്ഞ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ ഒരു സ്മെല്ല് കെട്ടിക്കിടക്കാതിരിക്കാനായിട്ടാണ് ഇവിടെ ഒരു എയർ പാസിങ്, അതായത് ഒരു ഗ്രില്ല് കൊടുത്തിരിക്കുന്നത്. താഴെ 2 ഡ്രോയേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സൈഡിൽ നമ്മൾ കേർട്ടൻസ് കൊടുത്തിരിക്കുന്നതിലും ഉണ്ടൊരു പ്രത്യേകത, അതായത് വൈറ്റ് ഗ്രേ ആ ഒരു കോമ്പിനേഷനിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കിഡ്സ് റൂമിൻ്റെ ബാൽക്കണിയാണിത്. ഇവിടെ നിന്ന് നോക്കിയാൽ ഇൻഫോ പാർക്ക് സിറ്റി മുഴുവൻ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു സ്പേസിലും വാർഡ്രോബ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഇപ്പം ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ മുകളിൽ എത്തുകയില്ല. അപ്പം നമ്മൾ ഈ ഒരു സ്പേസ് ഹാങ്ങിങ് സ്പേസ് ആയിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട കേർട്ടനിൽ കണ്ട ആ ഒരു ഡിസൈൻ, അതാണ് ഇവിടെ നമ്മൾ റോമൻ ബ്ലൈൻഡ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സ്പേസ് ഞാൻ പറഞ്ഞല്ലോ, സ്റ്റോറേജാണ് നമ്മൾ കൂടുതലായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ഓപ്പൺ ഷെൽഫാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് കുട്ടികൾക്ക് അവരുടെ കളിപ്പാട്ടങ്ങളോ എന്തെങ്കിലും കീപ്പ് ചെയ്യാനുള്ള രീതിയിൽ നമുക്ക് വെക്കാം. അതുപോലെ തന്നെ ഇതിനടിയിലായിട്ട് നമ്മൾ സൈഡ് ടേബിൾ എന്നൊരു കൺസെപ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഈ ഒരു ബോക്സ് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ മൂവ് ചെയ്തെടുക്കാം. അതെന്തിനാന്ന് വെച്ചാൽ ഈ 2 കട്ടിൽ നമുക്ക് ഒരുമിച്ചിടണമെങ്കിൽ, ഇപ്പോൾ കൂടുതൽ ആൾക്കാർ വരുമ്പോൾ നമുക്ക് ഒരുമിച്ചിടണമെങ്കിൽ ഈ കട്ടിലിനടിയിൽ വീലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ ഇത് രണ്ടും ഒരുമിച്ച് എടുത്ത് യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു സൈഡിൽ തന്നെയാണ് ഈ ബെഡ്റൂമിൻ്റെ വാഷ്റൂം. അതും ഒരു ഗ്രേ തീമിൽ തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഈ ഫ്ലാറ്റിൻ്റെ മാസ്റ്റർ ബെഡ്റൂം. ചെറിയ ഒരു ഗ്രീൻ കളറും വൈറ്റും അതിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് വുഡൻ ആണ് നമ്മൾ മാച്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഹെഡ് പാനൽ, അതുപോലെ തന്നെ ബെഡ്, ഇതെല്ലാം കൊണ്ട് ഒരു മനോഹരമായ ഒരു മാസ്റ്റർ ബെഡ്റൂമാണിത്. ഈ വോളൊന്ന് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഒരു വാൾപേപ്പർ, ഒരു ലൈറ്റ് ഗ്രീൻ ആ ഒരു തീമിലുള്ള വാൾപേപ്പർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ വാർഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ ഡബിൾ ലെയർ കേർട്ടൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും കേർട്ടനിൽ നമുക്ക് കാണാൻ പറ്റും കളർ കോമ്പിനേഷൻ ഉണ്ട്. ഇവിടെയും ഒരു ലൈറ്റ് ഗ്രീന് പാറ്റേൺ ആണ്, ഗ്രീൻ പാറ്റേൺ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ ഒരു സൈഡിലാണ് നമ്മുടെ വാഷ്റൂം. അതുപോലെ തന്നെ ചെറിയൊരു മിറർ യൂണിറ്റ് ആയിട്ട് തന്നെയാണ് ഇവിടെ ഉള്ളത്. ഈ വോളൊന്ന് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഒരു ചെറിയ പിക്ചറും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ കോട്ടിൻ്റെ സൈഡിലായിട്ട് 2 സൈഡ് ടേബിൾ ഈ ഹെഡ് പാനലിൽ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന് ബാക്കിൽ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചെറുതായിട്ട് സീലിംഗ് വർക്കും ഉണ്ട്. അവിടെ കൊടുത്തിരിക്കുന്ന ലൈറ്റും നമ്മൾ ഒരു 3-in-1 അതുപോലുള്ള ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ ഏത് മൂഡ് ക്രിയേറ്റ് ചെയ്യണം അതിനനുസരിച്ച് നമുക്ക് ഈ സ്പോട്ട് ലൈറ്റുകൾ യൂസ് ചെയ്യാം. ഇതാണ് ഈ ഫ്ലാറ്റിൻ്റെ 3rd ബെഡ്റൂം, മോളുടെ ബെഡ്റൂമാണ്. ഇവിടെ ഒരു വാം തീമിലാണ് നമ്മൾ
സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ബാക്കി റൂമുകളിലെല്ലാം വൈറ്റ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ജസ്റ്റ് ഈ റീഡിങ് സ്പേസിൽ മാത്രം, അതായത് നമുക്ക് എന്തെങ്കിലും പഠിക്കുകയോ എഴുതുകയോ ചെയ്യേണ്ട ഈ ഒരു സ്പേസിൽ മാത്രമാണ് നമ്മൾ വൈറ്റ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. ബാക്കിയെല്ലാം ഒരു വാം തീമിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഗ്രീനിൻ്റെ വേറൊരു കളർ കോമ്പിനേഷനാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. വാൾപേപ്പർ ഒരു ലൈറ്റ് ഗ്രീനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന് വുഡാണ് മാച്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ഹെഡ് പാനലിൻ്റെ ബാക്കിലും അതുപോലെ തന്നെ ഈ കോട്ടിന് അടിയിലും നമ്മൾ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്പേസിലാണ് ഈ റൂമിൻ്റെ ടോയ്ലറ്റ്. ഈ ഒരു ഫ്ലാറ്റിൻ്റെ ഇൻറ്റീരിയർ ഡിസ്കഷൻ ടൈമിൽ തന്നെ ക്ലയൻറ്റിൻ്റെ ആവശ്യങ്ങളായിരുന്നു ലൈറ്റ് തീമിലായിരിക്കണം, അതായത് നല്ല സ്പേഷ്യസ് ആയിരിക്കണം, അതുപോലെ തന്നെ ലൈറ്റിങ്ങിന് പ്രാധാന്യം വേണം, കിച്ചണിൽ മാക്സിമം സ്റ്റോറേജ് അതുപോലെ ആക്സസറീസ് മാക്സിമം കൊള്ളിക്കണം. ഇങ്ങനെ 2-3 കാര്യങ്ങളാണ് നമ്മളോട് പറഞ്ഞത്. ആ രീതിയിലുള്ള 3Dയും ഡിസൈനും എല്ലാമാണ് നമ്മൾ സെറ്റ് ചെയ്തത്. ആ രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ ഫ്ലാറ്റ് ഡിസൈൻ ചെയ്തത്. അതുപോലെ തന്നെ വർക്കിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ക്ലയൻറ്റുമായിട്ടുള്ള ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവസാനം ഫൈനൽ ഔട്ട്പുട്ട് ക്ലയൻറ്റിൻ്റെ ഓരോ ആവശ്യങ്ങളും നിറവേറുന്ന രീതിയിൽ തന്നെ ഞങ്ങൾക്കിത് പൂർത്തിയാക്കാൻ സാധിച്ചു. ഇതുപോലുള്ള ഇൻറ്റീരിയർ വർക്കുകൾക്കായി നിങ്ങൾക്കും ഞങ്ങളെ സമീപിക്കാം. ഞങ്ങളുടെ നമ്പർ 9995429399. താങ്ക് യു.